സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന ആലപ്പുഴ പള്ളിപ്പുറം സെബാസ്റ്റ്യന്റെ ഇരകളിൽ പുരുഷനും ഉൾപ്പെടുന്നുവെന്ന സംശയം ബലപ്പെടുന്നു. സെബാസ്റ്റ്യന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത സംശയിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ മനോജ് 2018 ആത്മഹത്യ ചെയ്തത്. ബിന്ദു തിരോധാന കേസിൽ മനോജിനെ ചോദ്യം ചെയ്തിരുന്നു. സെബാസ്റ്റ്യനും ബിന്ദുവും സഞ്ചരിച്ചിരുന്നത് മനോജിന്റെ ഓട്ടോയിലാണ്. ബാഗിൽ നോട്ടുമായി പോയതിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലിനെത്തേണ്ട ദിവസമാണ് മനോജ് തൂങ്ങി മരിച്ചത്. മനോജിന്റെ മരണത്തിൽ കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. മനോജ് ഓട്ടോയിൽ കൊണ്ടുപോയ പണം ആരുടേതാണെന്നും അന്വേഷിച്ചില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാകും. കുഴിച്ചപ്പോൾ ലഭിച്ച 8 എല്ലിന്റെ ഭാഗങ്ങൾ, കുളം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച ബാഗ്, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുളിമുറിയുടെ ഭിത്തിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. രക്തക്കറ മായ്ക്കാൻ ശ്രമിച്ച സ്ക്രബ്ബറും ലഭിച്ചു. 7 മണിക്കൂറോളം നീണ്ട പരിശോധനയും തിരച്ചിലുമാണ് പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം നടത്തിയത്. ലഭിച്ച വസ്തുക്കൾ അന്വേഷണത്തിൽ നിർണായകമാകും എന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. 2 ദിവസത്തിനുള്ളിൽ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും. അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നത്. ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായതെങ്കിലും ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന് പിൻബലമേകുന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം ഐഷ തിരോധാന കേസിൽ ദുരൂഹത ഏറ്റുകയാണ് സെബാസ്റ്റ്യന്റെ അയൽവാസി റോസമ്മയുടെ മൊഴി. ഐഷയെ കാണാതായ ദിവസം പള്ളിപ്പുറം പള്ളിയിൽ പോയെന്നും ഐഷ തന്നെ പലതവണ വിളിച്ചിരുന്നെന്നും റോസമ്മ പറഞ്ഞു. തിരിച്ചു വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല. സ്ഥലം വാങ്ങാൻ ഐഷ പലരിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഇതാരെയോ ഏൽപ്പിച്ചിരുന്നു. അത് വാങ്ങാൻ പോയതാകാം എന്നാണ് കരുതിയത്. എന്തോ അബദ്ധം പറ്റിയതാകാമെന്ന് താൻ പറഞ്ഞെന്നും സെബാസ്റ്റ്യൻ ഫ്രോഡാണെന്ന് അറിഞ്ഞിരുന്നെന്നും റോസമ്മ പറയുന്നു. ജൈനമ്മയ്ക്കൊപ്പം ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റെയും വാരനാട് സ്വദേശി ഐഷയുടെയും തിരോധാനത്തിലാണ് പോലീസിന് സെബാസ്റ്റ്യനെ സംശയം. ബിന്ദു കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വേണ്ട രീതിയിൽ പോലീസ് അന്വേഷിച്ചില്ലെന്ന് ആക്ഷൻ കൌൺസിൽ പറയുന്നു. നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദുവിന്റെ കേസും കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മയുടെ കേസുമാണ് അന്വേഷിക്കുന്നത്. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി സ്വദേശി ജെയിൻ മാത്യു എന്ന ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. ഇരുവരും തമ്മിൽ സ്ഥലം ഇടപാട് നടത്തിയിരുന്നു. 2024 ഡിസംബർ 23 ജൈനമ്മയെ കാണാതാകുന്നത്. സഹോദരനും പിന്നീട് ഭർത്താവും നൽകിയ പരാതിയിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ജൈനമ്മയുടെ ഫോണിന്റെ സിഗ്നൽ അവസാനമായി കണ്ടത് സെബാസ്റ്റ്യന്റെ വീടിന്റെ ഭാഗത്താണ്. ഇതാണ് കേസിൽ സെബാസ്റ്റ്യനെ കുടുക്കിയത്. 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. സെബാസ്റ്റ്യന്റെ വസ്തുക്കച്ചവടത്തിലെ സുഹൃത്തായിരുന്ന റോസമ്മയുടെ കൂട്ടുകാരിയായിരുന്നു 58-കാരിയായ ഐഷ. 3 സെന്റ് സ്ഥലം വാങ്ങി നൽകാമെന്ന് സെബാസ്റ്റ്യൻ ഐഷയ്ക്ക് ഓഫർ നൽകിയിരുന്നു. ഇതിനുള്ള പണവുമായി ബാങ്കിലേക്ക് പോയ ഐഷയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ചേർത്തല കടയ്ക്കരപ്പള്ളി ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് 2006 സൂചന. 2017 ഇവരെ കാണാതായ പരാതി ലഭിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിരച്ചിൽ വിവരമറിഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇരമ്പിയെത്തി. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ഉറപ്പിലാണ് നാട്ടുകാരുമുള്ളത്. ഇവരുടെ ശരീരഭാഗങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അത്രയും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ വീട് എന്നുമാണ് അയൽവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.